Everyone, I'm so glad to talk with you today through this Bible truth talking to every one of you. ഇന്ന് നിങ്ങളോട് എല്ലാവരോടുമായി ദൈവവചന സത്യങ്ങൾ പഠിപ്പിക്കാനായി ദൈവം തന്ന അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് watching the broadcast which I used to upload or the live broadcast, and I'm so thankful to every one of you from the bottom of my heart. Okay, in live ബ്രോഡ്കാസ്റ്റുകളിലൂടെയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതും വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയംഗമായി നന്ദി പറയുന്നു. ഇറ്റ് ഈസ് മൈ പ്രയർ ടു ദ ലോർഡ് that the Lord to bless you and mold your life in an amazing way. Hallelujah. ഇതെൻ്റെ പ്രാർത്ഥനയാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണമെന്നും നിങ്ങൾ ദൈവവചനത്താൽ പണിയപ്പെടണമെന്നും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകണമെന്നും എൻ്റെ പ്രാർത്ഥനയാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും സോ യു ക്യാൻ വാച്ച് അറ്റ് ദ റൈറ്റ് ടൈം ദ റൈറ്റ് അപ്ലോഡിങ്സ് വിത്തൗട്ട് എനി ബാരിയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് തടസ്സം കൂടാതെ ലൈവായിട്ട് വരുന്ന ബ്രോഡ്കാസ്റ്റുകളും അപ്ലോഡ് ചെയ്യപ്പെടുന്ന ബ്രോഡ്കാസ്റ്റുകളും സമയാസമയം കാണാനും ദൈവവചനം പഠിക്കാനും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. സോ റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ വിത്ത് യു അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കീപ്പിംഗ് ദ വേർഡ് ഓഫ് ഗാഡ് ഇൻ അവർ ലൈഫ്. ദൈവവചനത്തെ പ്രമാണിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് കീപ്പിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ഹൗ മെനി ക്രിസ്ത്യൻസ് ആർ ജസ്റ്റ് ലിവിങ് ആസ് എ നെയിം ക്രിസ്ത്യൻ. നിങ്ങൾക്കറിയാമോ, പല ക്രിസ്ത്യാനികളും നാമധേയ ക്രിസ്ത്യാനികളാണ്, വെറും പേരിന് മാത്രം ക്രിസ്ത്യാനികളാണ്. But in the essence, they don't know the Bible, they don't know the Lord personally. പക്ഷേ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് ദൈവവചനം അറിയത്തില്ല, യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥമായി അറിഞ്ഞു. So I just want to tell you, see, if the Bible says, if you love Jesus, you must love His word of God. ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ യേശുവിൻ്റെ വചനത്തെയും സ്നേഹിക്കേണ്ടതാണ്. So you just think about that thing for a short moment in your mind and your heart, okay? The Bible says in John chapter 17 verse 6, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, manifested your name unto the men which you gave me out of the world. Your they were, and you gave them to me, and they have kept your word. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. See, here Jesus is talking about his own disciples while he was praying to the Father for their protection for their life. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് ശിഷ്യന്മാരെ സൂക്ഷിക്കേണ്ടതിനും പരിപാലിക്കേണ്ടതിനും താൻ വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ചോദിക്കുന്നത് കാണാനായി കഴിയും. ആ സമയത്ത് യേശു പറയുന്ന ഒരു ഭാഗം ഇതാണ്, പ്രത്യേക ഒരു കാര്യം ഇതാണ്, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. Here it says like this, you gave them to me and they have kept my word or your word. So my question is, are you keeping the word of God in your life? എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുവോ? Just you think about that. So right now I just want to show you another one scripture. വേറൊരു വാക്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. John chapter 14
verse 23 and 24. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-24 വാക്യം. Jesus answered and said unto him, If a man love me, he will keep my word, and my Father will love him, and we will come unto him and make our abode with him. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. He that loves me not keeps not my sayings, and the word which you hear is not mine, but the Father's which sent me. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. Are you keeping the word of God in your life? Are you respecting the word of God? Are you reading the Bible and correcting your life? നിങ്ങൾ ദൈവവചനത്തെ പ്രമാണിക്കുന്നുണ്ടോ? ദൈവവചനത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവവചനത്തെ വായിച്ച് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ക്രമീകരിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ? Are you being obedient? See, many people are obeying the rules and regulations of the human being, or some local church, or some church criterias, or their own bylaw, some rules and regulations which they have. So the people are saying, we must obey the rules and commandments of the church. But when they come to the point of God's word to obey, they say, I can't, because the church is not respecting the word of God in such a value, so I am not going to obey it. Then what do you do? Will you obey man's way, or will you obey God's word? ചിന്തിച്ചു നോക്കിയേ. മനുഷ്യന്റെ സമ്പ്രദായങ്ങളെ മനുഷ്യൻ അധികമായി സ്നേഹിക്കുന്നു. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെയും മനുഷ്യൻ സ്നേഹിക്കുന്നു. അവർ പറയുന്നു, സഭ ഇത് പഠിപ്പിക്കുന്നു, സഭ അത് പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനെ അനുഷ്ഠിക്കും. പക്ഷെ ദൈവവചനത്തിലേക്ക് വരുമ്പോഴോ അവർ പറയുന്നു, ദൈവവചനം ഞങ്ങൾക്ക് അനുസരിക്കുക സാധ്യമല്ല. കാരണം സഭ അതിന് വില കൊടുക്കുന്നില്ല, സഭ ആ വചനത്തിൻ്റെ ഭാഗങ്ങളെ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സഭ പറയുന്നത് കേൾക്കും, ദൈവം പറയുന്നത് കേൾക്കത്തില്ല. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ കർത്താവ് ബഹുമാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കർത്താവിനത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? If you are neglecting the word of God, do you think that Jesus Christ is going to please over your decision? Hallelujah. Many people are saying like this, I love Jesus, I go to the church regularly, now why this problem happened to me? So God is the responsible person for every harm which I faced in my life. Is it true? Is it God is the responsible person? പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞാൻ ഒത്തിരി പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്? ഇതിനെല്ലാറ്റിനും കാരണക്കാരൻ യേശുവാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്ന ആൾക്കാരുമുണ്ട്. ഇതിനെല്ലാറ്റിനും ഉത്തരവാദി യേശുവാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യരുമുണ്ട്. അത് ശരി, യേശു കർത്താവാണോ ആ തിന്മകളുടെ കാരണക്കാരൻ? നോ, യേശു കർത്താവല്ല. So it is my humble request, now in this area, in the obedience or being obedient to the word of God, you just check it in your spirit and correct your life. നിങ്ങളിപ്പോൾ വായിച്ചു കേട്ട ഈ ദൈവവചനത്തിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തെ പ്രമാണിക്കാതെ
നടക്കുന്ന ഒരു സ്വഭാവമുണ്ടോ എന്ന് നിങ്ങളെ തന്നെ വിശകലനം ചെയ്ത് ഒരു ശുദ്ധീകരണത്തിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. This may be the reason that many of the blessings are hindered. ഒരുപക്ഷെ ഇത് കാരണമാകാം നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾക്ക് തടസ്സത്തിന് കാരണം നിങ്ങൾ ദൈവവചനത്തിന് ബഹുമാനമോ അതനുസരിക്കാനുള്ള താല്പര്യമോ കാണിക്കാത്തത് കൊണ്ടാകാം. The Gospel of Luke chapter 8 verse 19 to 21. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. Then came to him his mother and his brother and could not come at him for the press. യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു. And it was told him by certain which said, Your mother and your brother stand outside desiring to see you. പുരുഷാര നിമിത്തം യേശുവിനോട് അടുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. And he answered and said unto them, My mother and my brother are these which hear the word of God and do it. അവരോടവൻ, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. See here, Jesus Christ is giving a real importance, a true importance, or what I can say, a heartfelt importance to the word of God. So Jesus respects the people, those who are observing, receiving the word of God in their life. So it is a request to you, obey the word of God, surrender your life to the Lord. Every day, read every day the Bible and correct your life through the word of God. അതുകൊണ്ട് എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് ദൈവവചനം ദിവസവും വായിച്ച് നിങ്ങളുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമീകരിക്കുക. If you have a godly quality, if you have which is as God want you to be, if you are being used by God with godly qualities, then what you should do while you read the word of God, just sharpen that quality which God has invested in you and be useful for the Lord in a greater measure in your life. So I just want to give you another one scripture also. Are you ready? Luke chapter 11 verse 27 and 28. When you read, you see here, I will read it for you. And it came to pass as he spoke these things, a certain woman of the company lifted up her voice and said unto him, Blessed is the womb that bare you, and the paps which you has sucked. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞു. But he said, Jesus said, Yes, rather blessed are they that hear the word of God and keep it. അതിനവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. What is the meaning of this ഭാഗ്യവാന്മാർ? Blessed. Blessed means blessed. ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്
അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ്. So it is my humble request. You see, God's word is very vivid to us or open to us. It is God already revealed to us. Nothing is hiding anything from us. It is plain in front of our eyes. So what you should do, you and I, everyone, respect the word of God more than anything of this world. ഈ ലോകത്തിലെ എന്തിനേക്കാളും ഏതിനേക്കാളും ദൈവവചനത്തെ ബഹുമാനിച്ച്, obedient to the word of God, ദൈവവചനത്തെ അനുസരിച്ച്, correct your life with God's word. ദൈവവചനത്താൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച്, so through that you can be a vessel who is receiving from God, receiving from heaven the abundant blessings is pouring from heaven, that rightly you can keep it and store it in your vessel and use it for the millions and crores of people to whom you meet through different ways. അപ്രകാരം നിങ്ങൾക്കും എനിക്കും നിങ്ങളുടെ പാത്രമാകുന്ന ജീവിതം ഉപയോഗിച്ച് ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് കൃപകളെ നിങ്ങളുടെ ഉള്ളത്തിൽ പകരാനും അത് നിങ്ങൾക്ക് ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്താനും ദൈവം മുഖാന്തരം ഒരുക്കുമെന്നുള്ള കാര്യം മറന്നുപോയത്. So through this word, let God bless you abundantly. I pray in Jesus' name. Everyone, don't forget to subscribe the YouTube channel. Okay, it is for you and the ministry which God has invested to my life. It is for everyone, so it can be a blessing. So don't forget, we will be keep in touch through prayer, and if you want to call me through the calling numbers, you can just call, or if you want to send a message through email or WhatsApp, then that way also is possible. Please do that. And don't forget, Jesus Christ is life giver. He is the truth giver. Okay, He will change your life. So God is for you. He is not against you. He loves you so much. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദയവേത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കാതെ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. അല്ല, ഇമെയിലിലൂടെ നിങ്ങൾക്ക് മെസ്സേജുകളെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കണമെങ്കിൽ ഇമെയിലും വാട്സപ്പിലൂടെയും ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ചെറിയ മെസ്സേജുകളുടെ കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ.